സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചു. പ്രതിമാസം 500 രൂപയായിരുന്ന പ്രീമിയം തുക 810 രൂപയായാണ് ഉയർത്തിയത്. തീരുമാനത്തിനെതിരെ സർവീസ് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, വിവരങ്ങൾ, വിശദാംശങ്ങൾ. സലീം. മെഡിസെപ്പിന്റെ പ്രീമിയം തുക നിലവിലെ 500-ൽ നിന്നാണ് 310 രൂപ കൂടി അധികമായി വർദ്ധിപ്പിച്ച് പ്രതിമാസം 810 രൂപ എന്ന നിലയിലേക്ക് എത്തിയത്. ഇതോടുകൂടി പ്രതിവർഷം 8237 രൂപയും GSTയും ഈ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അടയ്ക്കണം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പെൻഷൻകാരുടെ പ്രീമിയം തുക പെൻഷൻ തുകയിൽ നിന്ന് തന്നെ ഈടാക്കാനും തീരുമാനമായിട്ടുണ്ട്. അതിനിടയിലാണ് ഈ പ്രതിഷേധവുമായി സർവീസ് സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കുകയാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മെഡിസെപ്പിന്റെ ഈ പ്രീമിയം കൂട്ടണം എന്നൊരു ആവശ്യം ഉയർന്നു വന്നിരുന്നു. 50% കൂട്ടണമെന്ന ആവശ്യം ഉയർന്നു വരികയും പിന്നാലെ വിദഗ്ധ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ഈ പ്രീമിയം തുക ഉയർത്തിയാൽ മാത്രമേ മെഡിസെപ്പിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതായിരുന്നു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. പക്ഷേ അപ്പോഴും കുറഞ്ഞത് 780 രൂപയായി ഉയർത്തണം എന്നുള്ളതായിരുന്നു വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. വിദഗ്ധ സമിതി നിർദ്ദേശിച്ചതിനേക്കാൾ 60 രൂപ അധികമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ നിലവിൽ നടത്തുന്ന ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി എന്ന കമ്പനിയാണ് മെഡിസെപ്പ് നടത്തുന്നത്. ഇവരുമായുള്ള 3 വർഷത്തെ കരാർ അവസാനിക്കാൻ പോവുകയാണ്. അത് ഈ അവസാനിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ ജനുവരി 1 മുതൽ പുതിയ ഈ പ്രീമിയം തുക ഉൾപ്പെടെ നിലവിൽ വരികയും ചെയ്യുന്നത്. രഞ്ജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പദ്ധതി തന്നെ നിലനിൽക്കണമെങ്കിൽ പ്രീമിയം തുക കൂട്ടണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. വിദഗ്ധ സമിതി അടക്കം അക്കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.